ഈ സത്യത്തിൽ ആ വാർത്ത നിങ്ങൾ പത്രക്കാരെന്നുള്ള നിലക്ക് നിങ്ങളൊരു പക്ഷേ അന്വേഷിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് വേറെയും ചില സംഭവങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ അവിടെ ഈ കൈരളിയുടെ ഒരു ലേഖകൻ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ ഒരു ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ വളരെ അവിഹിതമായ ഒരു കാര്യം ഞാനവിടെ ചെന്നപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഈ വാർത്ത വേറെ ചില വാർത്ത വരുന്നൊക്കെ പറഞ്ഞ് അയാൾ ബന്ധപ്പെട്ടു. ഷാജഹാൻ എന്നാണ് അയാൾ പേര് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ചുവന്ന കുപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ വാർത്തയുടെ പറയും. പിന്നെ ജനൻ ടി വി അത് പിന്നെ ഒരൊറ്റ സാറ്റലൈറ്റിൽ വർക്ക് ചെയ്യണ 2 ചാനലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ചാനൽ അവർ ഏറ്റെടുത്തു. മുഖ്യധാര മീഡിയകളൊന്നും അത് കൊടുത്തില്ല, വസ്തുതകൾ അറിയുന്നതുകൊണ്ട് കൊടുത്തില്ല. പക്ഷെ സംഭവിക്കുന്ന കാര്യം അതല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു എൻക്വയറി നടത്താം. LSTD വകുപ്പിനകത്ത് പ്രത്യേകിച്ച് കുടുംബശ്രീയിലടക്കം കുടുംബശ്രീ, ക്ലീൻ കേരള, ഇങ്ങനെ കുറേ മിഷനുകളുണ്ട്. ഇതിനകത്തൊക്കെ അപകടകരമായ വിധത്തിലുള്ള ആളുകൾ ചുമ്മാ ഇരുന്ന് വലിയ ശമ്പളം വാങ്ങുന്ന ഒരവസ്ഥ അവിടങ്ങളിലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ താല്പര്യത്തിന് കുറേ ആളുകൾ കൊണ്ടുപോയി വെക്കുക. അവിടെ നിങ്ങളൊക്കെ പത്രക്കാരൊക്കെ വാങ്ങുന്ന ശമ്പളത്തെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. IAS ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന പാർട്ടി നോമിനികൾ ഇത്തരം പോസ്റ്റുകളിലുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചെന്താണെന്ന് വെച്ചാൽ, ആ പോസ്റ്റുകളിൽ നിന്ന് ആളെ മാറ്റി വേറെ ആളെ വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഡെമോളിഷ് ചെയ്യേണ്ടുന്ന സർക്കാരിൻ്റെ പൊതുസ്വത്തിനെ കട്ടുമുടിക്കുന്ന ഈ CPM ലോബികളെ വളരെ കൃത്യമായിട്ട് ഞാൻ മന്ത്രിയായിരിക്കുകയാണെങ്കിൽ, നാളെ എനിക്ക് മന്ത്രിയായിക്കോണം നിർബന്ധമില്ല, മറ്റന്നാൾ എന്നെ പുറത്താക്കി എനിക്ക് പ്രശ്നമില്ല, ആക്ഷേപമില്ല. പക്ഷേ ഇരിക്കുന്നിടത്തോളം ഈ കട്ടുമുടിക്കുന്നവർക്കെതിരെ നടപടികളെടുക്കും. കുടുംബശ്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ വോളണ്ടിയർമാരായിട്ട് പഞ്ചായത്തുകളിലൊക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അവരെ ഒക്കെ തന്നെ പാർട്ടികളുടെ പരിപാടികൾ വിജയിപ്പിക്കുന്ന പോലെ പഞ്ചായത്തുകളിൽ വന്നാൽ മന്ത്രിമാരെ പ്രസംഗത്തിനൊട്ടേ ഇരുത്തുക. ഈ ആളുകളെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടി സിസ്റ്റം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അത് പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബശ്രീയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നിർബന്ധപൂർവ്വമുള്ളൊരു എയിമാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ചൊറിച്ചിലും കഴപ്പുമാണ് സത്യത്തിൽ കൈരളിയും അതുപോലെ തന്നെ ജനം TV ഒക്കെ തീർക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ഏതായാലും നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്നലത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, സുധാകരൻ MLA അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരു സെക്കൻഡ് പോലും റോട്ടിൽ നിന്നിട്ടില്ല, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്നിട്ടില്ല. ഞാൻ എത്തുന്ന റൈറ്റ് ടൈമിൽ അവിടെ എത്തുന്നു, നേരെ പരിപാടിയിലേക്ക് പോകുന്നു. അവിടെ അതല്ലാത്ത ഒന്നും ഞങ്ങൾ നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്, അല്ലാതെ വേറെ അവിടെ ആലപ്പുഴയിലെ ആളുകൾ നടത്തുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ്, അതിൻ്റെ ഫണ്ടിങ് അടക്കം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. ഞങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങളതൊക്കെ നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ബീച്ചിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കാർപ്പറ്റ് ഇട്ടിരുന്നു ഞാൻ പിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊന്നും അവിടെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ഇവിടെ പരിപാടികൾക്ക് പോകുമ്പോൾ കുറേ പ്രമാണിമാർ ഭരിച്ചിരുന്ന സ്റ്റേറ്റ് ആണല്ലോ. പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നമ്മൾ കണ്ടതാണ്. വയലിറങ്ങണമെങ്കിൽ സ്പെഷ്യൽ ഷൂസ്, നടക്കണമെങ്കിൽ വേറെ, മൈക്കൊന്ന് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് മൈക്ക് ഓപ്പറേറ്ററുടെ അച്ഛനെ തെറിവിളിക്കുക എന്നൊക്കെ തുടങ്ങിയ ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞങ്ങളൊക്കെ മണ്ണിൽ വളർന്നവരാണ്, മണ്ണിൽ ചവിട്ടി ജീവിച്ചവരാണ്, ആ മണ്ണിൽ തന്നെ തിരിച്ചു പോകണമെന്ന വിശ്വാസവും ധാരണയുള്ളവരാണ്. അതുകൊണ്ട് എന്നെങ്ങനെ എന്താ പറയുക, കുറേ ഹിന്ദു തീവ്രോ BJP ചാരനാക്കുക, മുസ്ലിം തീവ്രവാദിയാക്കുക, ഇപ്പോൾ ഒരു അഹങ്കാരിയാക്കി മാറ്റാമെന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് വളരെ കൃത്യമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ചുമതല നടത്താൻ മുന്നോട്ട് പോകും. അത് ഇത്തരത്തിലുള്ള ഞാൻ കേരളത്തിലെ മീഡിയകളോട് ഹൃദയപൂർവ്വം പറയുന്നു, വളരെ മര്യാദയിൽ അവരുടെ ഉത്തരവാദിത്വം നില കാണിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവർ അന്വേഷിച്ചിട്ടുണ്ടാവും, പോയി നോക്കിയിട്ടുണ്ടാവും. ഇന്നലെ നടന്നത് നമുക്ക് വാർത്ത വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്തയെങ്കിലും ഉണ്ടാവണം. വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്ത ഉണ്ടാവണം. വാർത്ത പോലും ഇല്ലാത്ത ഒരു കള്ളക്കളവ് കൈരളി. ഇതുവരെ എന്ന് വെച്ചാൽ സർക്കാരിനെ തിന്ന് ജീവിക്കായിരുന്നു ഇത്രയും കാലം കൈരളിയൊക്കെ. ഇനിയിപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് വേറെ വല്ല തട്ടിപ്പിന് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ വാർത്ത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.